സർ, ധനവിനിയോഗ ബില്ലിൽ ബഡ്ജറ്റിൻ്റെ സ്വാഭാവികമായും ചർച്ചയാണ് വന്നത്. ധനവിനിയോഗ ബില്ലിനകത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള അധികം ചർച്ചകളല്ല വന്നത്. എന്നാലും മൊത്തത്തിൽ ധനവിനിയോഗവും സംസ്ഥാനത്തിൻ്റെ ധനകാര്യമായിട്ടെല്ലാം ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആ കാര്യങ്ങൾ വന്നതിനകത്ത് അത്ഭുതമില്ല. സാർ, ഇത് നമ്മുടെ ഇതിനകത്ത് പൊതുവിൽ ഈ ധനവിനിയോഗ ബില്ല് ആകെ ഉപധനാഭ്യർത്ഥന 52,852.23 കോടി രൂപയുടെ ഒരു ഉപധനാഭ്യർത്ഥനയാണ്. അത് കുറച്ച് ടെക്നിക്കലായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതാണ്. വേസ് ആൻഡ് മീൻസ് അങ്ങനെ വരുന്ന ഫണ്ടുകളുടെയൊക്കെ കറക്ഷനാണ്. റവന്യൂ ചെലവിനത്തിൽ 8,728 കോടിയും മൂലധന ചെലവിനത്തിൽ 5,320.41 കോടി രൂപയും അടക്കമുള്ള വായ്പകളുടെ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ചേർത്തിട്ടുള്ളതാണ് പൊതുവിലുള്ള കണക്ക്. സാറ്, ആകെ ഉപധനാഭ്യർത്ഥനയിൽ 10,121.75 കോടി രൂപ പ്ലാൻ ഇനത്തിലും 42,730.48 കോടി രൂപ നോൺ പ്ലാൻ ഇനത്തിലും ഉള്ളതാണ്. വിവിധ വകുപ്പുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുള്ളതാണ് ഈ കണക്ക്. ഇത് സാങ്കേതികമായി ഇത് അംഗീകരിച്ചിട്ട് വേണം, ഇത് പാസ്സാക്കിയിട്ട് വേണം ഇനിയുള്ള ചെലവുകൾ ഇത് ക്രമീകരിക്കാൻ. അതിനാണ് ഈ ബില്ല് വന്നത്. പൊതുവിൽ ഈ ബില്ല് ഇത് നമുക്ക് അംഗീകരിക്കേണ്ടതാണ്. അംഗീകരിക്കുന്ന സമീപനം തന്നെയാണ് ചർച്ചകളിൽ വന്നിട്ടുള്ളത്. സർ, പിന്നീട് കുറച്ച് പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. സ്വാഭാവികമായി ഇത്തരം സഭയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനകത്ത് ഈ നടത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ച മെമ്പർമാർ ആകെ 8 മെമ്പർമാരാണ് ഇവിടെ സംസാരിച്ച. ബഹുമാനപ്പെട്ട മെമ്പർമാരെല്ലാം കേരളത്തിൻ്റെ ഈ മേഖലയിലെ നേട്ടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയമായിട്ട് ഈ ബില്ലിനെ എതിർക്കുക, രാഷ്ട്രീയമായ നിലപാടിനെ എതിർക്കുക എന്നുള്ള സമീപനവും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ആകെ എന്തൊക്കെയാണ് നടന്നത്, മുൻപ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായി ശ്രീ കുറുക്കോളി മെമ്പർ അദ്ദേഹം ചോദിച്ചത് എന്താണ് മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒന്നും കാണാനില്ല. സാർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ റോഡിൽ കൂടെ വരുമ്പോഴോ അല്ലെ ട്രെയിനിൽ കൂടി വരുമ്പോഴോ കേരളത്തിലാകെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒന്നും കാണാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സ്കൂളുകളിൽ പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആശുപത്രിയിൽ പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നാട്ടിലാകെ പരിപാടികൾക്ക് പോകുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല എങ്കിൽ ഇനി അദ്ദേഹത്തെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയേറെ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും റോഡുകളും പൊതുവിലുണ്ടായ മാറ്റവും അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഉള്ള കാര്യങ്ങളിൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷെ ഒന്നുമേ ഇവിടെ നടന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടി ഇരിക്കുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആളുകളും തന്നെ വിശ്വസിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. സാർ, അദ്ദേഹം പറഞ്ഞു ഇവിടെ കർഷകർക്ക് 150% ഉൽപ്പാദന ചെലവിൻ്റെ കൊടുക്കാമെന്ന് ഒരു മാനിഫെസ്റ്റോയിലും പറഞ്ഞിട്ടില്ല. വേണമെന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വെക്കുന്നതാണ്. 250 രൂപ റബ്ബറിനാക്കണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി എന്ന് ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം കാർഷിക മേഖലയിൽ വേണ്ടതാണ്. സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നടപ്പിലാക്കണം, കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് നിലപാടെടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ക്ലാരിഫിക്കേഷൻ പറയുന്നുള്ളൂ. കാർഷിക മേഖലയിൽ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാം. ആകെ ഇച്ചിരി സമയമല്ലേ ഉള്ളൂ. അതേസമയം ഈ 5 വർഷത്തേക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ 5 വർഷക്കാലം കഴിഞ്ഞ 5 വർഷക്കാലം സപ്ലൈകോയിൽ ഒരു വിലയും വർദ്ധിപ്പിച്ചില്ല. 8 വർഷക്കാലം. ഇപ്പോഴാണ് എവിടെയാണ് സാർ 5 വർഷക്കാലം 8 വർഷക്കാലമൊക്കെ ഒരേ വിലയ്ക്ക് സാധനം കൊടുക്കാൻ പറ്റുമോ? അതൊരു ശരിയായ, ഞങ്ങൾ 5 വർഷക്കാലത്തേക്കേ പറഞ്ഞുള്ളൂ. 5 വർഷക്കാലത്തേക്ക് പറഞ്ഞു. 8 വർഷമായപ്പോഴാണ് പുനഃപരിശോധിച്ചത്. വാസ്തവത്തിൽ അങ്ങനെ അത്രയും കാലം ശാസ്ത്രീയമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? 8 വർഷക്കാലമൊക്കെ ഒരേ വില. എന്നാലും നമ്മൾ അതനുസരിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. സാർ, വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ സംസ്ഥാനത്ത് എന്നുള്ളതുകൊണ്ടല്ലേ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJP ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. അവരുടെ നീതി ആയോഗിൻ്റെ എല്ലാ പഠനങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റിന് 1ാം സ്ഥാനം അല്ലെങ്കിൽ മാക്സിമം 2ാം സ്ഥാനം എന്ന നിലയിൽ കിട്ടുന്നത്. വിലക്കയറ്റത്തിൻ്റെ കാര്യമായാലും പൊതുവിലുള്ള ക്രമസമാധാനത്തിൻ്റെ കാര്യമായാലും മറ്റു കാര്യമൊക്കെ അത് ഈ കേരളത്തിലെ ഗവൺമെൻറ് ഒരു പ്രത്യേകത. ഇന്ന് രാവിലെ തന്നെ വന്ന അടിയന്തര പ്രമേയം ഈ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷം ആയതുകൊണ്ടല്ലേ, LDF ഗവൺമെൻറ് ആയതുകൊണ്ടല്ലേ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് 2 മണിക്കൂറിന് ചർച്ച ചെയ്തിട്ടല്ലേ ഇപ്പം പിരിഞ്ഞല്ലേ ഉള്ളൂ. ഏതെങ്കിലും കാര്യത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളെയും സമൂഹത്തെയും പൊതുവിൽ ബാധിക്കുന്ന കാര്യത്തിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാത്തൊരു സമീപനമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് കേരളം ആ തരത്തിൽ പൊതുവിൽ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് പറഞ്ഞു 2,500 രൂപ പെൻഷനാക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആക്കിയോ? അങ്ങ് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണമായിരുന്നു. 50,000 57,000 കോടി രൂപ കിട്ടിക്കൊണ്ടിരുന്നത് വെട്ടിക്കുറച്ചത് ഇതേ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് അല്ലേ?
സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കിയില്ലേ? അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ടും ഇതിനകത്ത് ഇത്രയേറെ ബാധ്യതകൾ ഉണ്ടാക്കിയിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്ന എങ്ങനെ സാർ? എപ്പോഴും ആവർത്തിക്കുന്നതാണ്, ആവർത്തന വിരസതുകൊണ്ടാണ് ഞാനധികം സംസാരിക്കാത്തത്. എങ്കിലും സാർ 47,000 കോടി രൂപ തനത് നികുതി വരുമാനവും തനത് ടാക്സ് റവന്യൂവും ആകെ തനത് ടാക്സും നോൺ ടാക്സും ചേർത്ത് 54,000 കോടി രൂപയും ഉണ്ടായിരുന്നൊരു സമയത്താണ് സാർ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ 47,000 കോടി എന്നുള്ളത് ഇപ്പോൾ 80,000 കോടിയിലേക്ക് ഇപ്പോൾ എത്തും ഈ വർഷത്തെ ബഡ്ജറ്റ് എന്നാണ് നമ്മുടെ റിവേഴ്സൽ എസ്റ്റിമേറ്റ്. സാർ നോൺ ടാക്സ് കൂടെ വരുമ്പോൾ അത് ഏകദേശം 95,000 98,000 കോടിയിലേക്ക് 1,00,000 കോടിയിലേക്ക് എത്തുകയാണ്. നേരെ ഒരു 50, 60, 70% വർദ്ധിച്ചത് കൊണ്ടല്ലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഇന്ത്യയിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി നമുക്ക് ഒരേ കണക്കിൽ മാത്രം സാമ്പത്തികം ചെലവാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് അവർ കട്ട് ചെയ്യുമായിരുന്നു. 1,60,000 കോടിക്ക് അടുത്തായിരുന്നു 3 വർഷക്കാലം സാമ്പത്തിക ചെലവ് നമുക്ക് നടത്താൻ പറ്റിയത്. വരവും ചെലവും അവിടെ നിന്നു. സാർ ഈ വർഷം അത് 1,78,000 കോടിയിലേക്ക് പോവാണ്. അടുത്ത വർഷം 2,01,000 കോടി 2,354 കോടിയിലേക്കുള്ള ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിച്ച് പിരിഞ്ഞത്. ഇനി വിശദമായ ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു സ്റ്റേറ്റിനകത്ത് കേന്ദ്രത്തിൻ്റെ ഇത്രയും വലിയ സാമ്പത്തിക ഉപരോധമുണ്ട് എന്നുള്ളത് കേരളം മാത്രമല്ല പറയുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആ പ്രശ്നം വളരെ സജീവമായി പറയുകയാണ്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഈ അവരുടെ സമീപനത്തെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധം കൊണ്ടുവരുന്നുണ്ടല്ലോ. ഒരു ഭാഷ ആക്കാനുള്ള ശ്രമം, അതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംയുക്തമായിട്ടല്ലേ നമ്മൾ നീങ്ങുന്നത്. ഇവിടെ തന്നെ തൊട്ട് താഴെയല്ലേ നിയമസഭാ മന്ദിരത്തിലെ ഹാളിലല്ലേ, വലിയ ഹാളിലല്ലേ UGCയുടെ നിലപാടുകൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ UGC നിയമങ്ങൾ മാറ്റുന്നതും കേന്ദ്ര ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കടന്നു കയറാൻ ശ്രമിക്കുന്നതിനുള്ള പ്രതിഷേധം നടന്നത്. അതിനകത്ത് ബഹുമാനപ്പെട്ട തെലങ്കാന ഉപമുഖ്യമന്ത്രി, അതുപോലെ കർണാടകത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തില്ലേ? അങ്ങനെ നമ്മൾ ഈ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരെ, അടിസ്ഥാനപരമായി നമ്മളെ ബാധിക്കുന്ന നിലപാടുകൾക്കെതിരെ നടത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇത്തരം സംസാരത്തിനകത്തൊന്ന് പരാമർശിക്കാമായിരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സാർ, ഇവിടെ ആശാ വർക്കേഴ്സിൻ്റെ കാര്യവും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഇതിനകത്തും ഇവ ധാരാളം ചർച്ച നടക്കുന്നു. ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന ആർക്കും എതിരല്ല. കാരണം സമരം ചെയ്യാൻ അവകാശമുണ്ട്, അതിനെയൊന്നും ആ സമരത്തിനെ ഒന്നും കാണാതിരിക്കുന്നു. പക്ഷേ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കണം. അതിനകത്ത് കുറച്ചൊക്കെ ആ കാര്യം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നു. ഞങ്ങളെന്താ ഈ കാര്യത്തിൽ പറഞ്ഞത്? എൻ്റെ കയ്യിലിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കഴിഞ്ഞ കൺസൾട്ടേറ്റീവ് പ്രീ ബഡ്ജറ്റ് കൺസൾട്ടേഷൻ മീറ്റിങ്ങിൽ ജയ്സാൽമീറിൽ രാജസ്ഥാനിൽ വെച്ച് 20/12/2024 സംസ്ഥാനം കൊടുത്ത മെമ്മോറാണ്ടമാണ്. സാറെ, മെമ്മോറാണ്ടത്തിനകത്ത് ട്രഡീഷണൽ സെക്ടേഴ്സ് ആൻഡ് സ്കീം വർക്കേഴ്സ് എന്നുള്ള കാര്യം 34ാമത്തെ പേജിൽ പറയുന്നത് ഞാൻ വായിക്കാം. സാർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈക്ക് കാഷ്യൂ, കൊയർ ആൻഡ് ഹാൻഡ്ലൂം which employ a significant number of women workers are facing challenges. Particularly, the cashew sector was severely affected due to the depreciation of the Indian currency. State-specific packages are to be announced to protect these traditional sectors. We also reiterate our demand raised in the previous pre-budget consultation that the rate of honoraria for Anganwadi workers, ASHA workers and other scheme workers also need to be enhanced appropriately. Rate of pension under National Social Assistance Program, cooking cost in midday meal program and Government of India's contribution in housing schemes for the poor also have to be enhanced as they were fixed a long time ago. ഇത് ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിലും പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞതാണ്. ഇത് കേരളം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ ഈ പ്രശ്നം അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. സാർ, ഇതാണ് ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിനകത്ത് ഇത്രയും ഒരു കാര്യം കേന്ദ്രത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രതിഷേധമോ സമരമോ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് വരും എന്ന് കരുതിയിട്ട് കൊടുത്താലല്ലോ, കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതല്ലേ. സാർ, എന്താ ഇന്ത്യയിലെ ആശാ വർക്കേഴ്സിൻ്റെ സ്ഥിതി? പറയുമ്പോൾ നമ്മൾ വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതുകൊണ്ട് പറയുകയാണ്. സാർ, ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 7,000 രൂപ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അത് ഫിക്സഡ് ഓണറേറിയമാണ്. പിന്നെ മറ്റ് അലവൻസോട് ചേർന്നിട്ടാണ് 13,200 രൂപ കിട്ടുന്ന കണക്ക്. സാർ, ഓണറേറിയം 2011-12 500 രൂപയായിരുന്നു. അല്ല, ബില്ല് ഏതായിട്ടോ? ചർച്ചയ്ക്കല്ലേ മറുപടി പറയുന്നത്? ധനവിനിയോഗ ബില്ലിനകത്ത് നിങ്ങൾ ഈ ചർച്ച ചെയ്ത് നിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവിനോട് പറഞ്ഞില്ലല്ലോ ആ സമയത്ത് ചർച്ച ചെയ്യേണ്ട ഇതല്ലെന്ന്. അവിടെയല്ലേ ചർച്ച ചെയ്തത്? ഞാനിത് പറഞ്ഞില്ലല്ലോ, അതല്ലേ ചർച്ച ചെയ്തത് അവർ. സാർ, ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ 2011 അവരെല്ലാം ചർച്ച ചെയ്തത് അത് തന്നെയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തു നിന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ ഇവർ സംസാരിച്ച് നിർത്തിയതാണ്. സാർ, 2011-12 500 രൂപയായിരുന്നു ഓണറേറിയം എന്ന് പറഞ്ഞാൽ VS ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷം. ഇത് 2012-13 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു.
2013-14 700 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. 2014-15 900 രൂപയായി. 2015-16 1000 രൂപയായി. 1000 രൂപയായിരുന്നു സാർ. അതിനുശേഷം LDF ഗവൺമെൻറ് വന്നു. 2016-17 1500ആയി, 17-18 2000ആയി, 18-19 4000ആയി. കോവിഡ് കാലത്ത് ഇവർ ധാരാളം ജോലികൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സമൂഹമാണ്. 19-20 4500, 2020-21 5000ആയി. അതിനുശേഷം 21-22 കേട്ടോ, ഇത് കേട്ടിട്ട് വയ്ക്കാമല്ലോ, എല്ലാം കൂടെ കേട്ടിട്ടാകുമ്പോൾ സൗകര്യ, 2021-22 6000 രൂപയാക്കി, 22-23 7000 ആക്കി. ഇതാണ് സ്ഥിതി. ഇത് ആ വസ്തുത അവിടെ നിൽക്കുമ്പോൾ ഇതിനകത്ത് ഇവർ തരുന്ന ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന 7000-നകത്തൊന്നും 60-40 തരുന്നില്ല. അവരാ പറഞ്ഞ നേരത്തെ ഉള്ളത് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ എല്ലാ കണക്കുകളും എടുക്കുന്നില്ല. എന്നിട്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ നോക്കാം. പഞ്ചാബിൽ 2500, ഹരിയാന 6100, പശ്ചിമ ബംഗാളിൽ 5250, മധ്യപ്രദേശിൽ 4000, ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് 10000. ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് എല്ലാം കൂടി ചേർത്തിട്ടാണ് അതിൻ്റെ ഇത് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഓർഡർ ഇറക്കിയത്. കർണാടകത്തിൽ 5000 10000 ആക്കുമെന്ന് ഇതേപോലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് 13000 കൊടുക്കുന്നിടത്താണ്. സാർ, രാജസ്ഥാനിൽ 1650, ഉത്തർപ്രദേശിൽ 1500, മഹാരാഷ്ട്രയിൽ 3500, ബീഹാറിൽ 1000. പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു 1000 രൂപയും കൂടി അവർ കൊടുക്കുമെന്നല്ല സാർ. ഇത് കൂടാതെ നമ്മുടെ ഇവിടെ ആശാകിരണത്തിൻ്റെ പേരിൽ ഇൻഷുറൻസ് പദ്ധതി ഇവരുടെ പേർക്ക് ആശാകിരണം എന്ന ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളുണ്ട്. രാവിലെ മന്ത്രി പറഞ്ഞല്ലോ, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഇവർക്ക് പ്രസവാവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ശക്തമായ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ, അത് CIT ഉണ്ട്, INTUC ഉണ്ട്, ട്രേഡ് യൂണിയനുകൾ ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഇവർക്ക് കുറച്ചുകൂടി മിനിമം വേതനമൊക്കെ കൊടുക്കണം. ആ തരത്തിലേക്ക് സ്കീം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഇടപെടണം. ഞാൻ പറഞ്ഞു CPM മാത്രമല്ല, ഇടതുപക്ഷ മുന്നണി മാത്രമല്ല, ഇന്ത്യയിലെ CIT മാത്രമല്ല, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയനുകളൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ കാര്യം ഈ സ്കീം വർക്കേഴ്സിൻ്റെ കാര്യത്തിനകത്ത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ 15 വർഷം മുമ്പ് തീരുമാനിച്ച കാര്യമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ വസ്തുതയല്ലേ? ഈ ഒരു കാര്യത്തിനകത്ത് അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞതുകൊണ്ടും രണ്ടുപേരും പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിവിടെ പറയേണ്ട കാര്യമല്ല. പറഞ്ഞത് രേഖ കിടക്കുകയും ഞാൻ മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് നിലപാടെടുക്കണമെന്ന് നിരന്തരമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരതിന് തയ്യാറായിട്ടില്ല, തയ്യാറാവേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖനായ BJP നേതാവും മന്ത്രിയും അവിടെ പോയിട്ട് ഇവർക്ക് കൊടയും മേടിച്ചുകൊണ്ട് കൊടുത്തു, കോട്ടും മേടിച്ചുകൊണ്ട് കൊടുത്തു. എന്നിട്ട് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് മാത്രമാണ് ഞാൻ ഡൽഹി പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നല്ല കാര്യം, പോയിട്ട് അക്കാര്യം പറയട്ടെ. അദ്ദേഹം ബാക്കിയുള്ളവരൊക്കെ MP-മാരൊക്കെ പാർലമെൻറ്റ് സെഷനാണ് പോകണം, അദ്ദേഹം ഈ കാര്യം പറയാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ട്. എന്തായാലും ആര് പോയി പറഞ്ഞാലും മതി, സ്കീം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വർധന വരുത്തേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഈ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ കണ്ടിന്യൂസ് ആയി നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് ഈ ആശാ വർക്കേഴ്സ് അടക്കമുള്ള മേഖലകളിൽ ഒരു കുറച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണക്കുകളെല്ലാം പറയുന്നില്ല. എന്നാലും 2021-22 71,269 കോടി രൂപയായിരുന്നു ആരോഗ്യ മേഖല വകയിരുത്തിയത്. അന്ന് NHM അതിനകത്ത് ഇത് വരുന്നത്, NHM-ന് വകയിരുത്തിയത് 36,576 കോടിയാണ്, 51.32%. അത് 22-23 ആയപ്പം 34.77% കുറഞ്ഞു. 23-24 33.75%. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 24-25 41 വീണ്ടും ഈ വർഷത്തെ പ്രപ്പോസലിൽ അത് 38% കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ മേഖല കാണിക്കുന്നതെന്ന് പൊതുവിൽ ഈ കാര്യം സംസാരിക്കുന്നവർക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പം അടിസ്ഥാനപരമായി ഇത്തരം സ്കീമുകളോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നൊരു സമീപനമുണ്ട്. അത് കാണിച്ചിട്ട് ഇവിടെ വന്ന് ഞങ്ങളിത് ചെയ്യാം എന്ന് പറയുന്ന BJP-യുടെ ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിലുണ്ട്. സാധാരണ തൊഴിലാളികളെന്ന നിലയിൽ ഇവരെ സ്കീം വർക്കേഴ്സാണ്, അവർക്ക് കുറച്ചുകൂടി നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒറ്റയ്ക്ക് ഇത് പറ്റുന്നതല്ല. കേന്ദ്രത്തിൽ നിന്ന് കാര്യം വരണമെന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കേരളത്തിലെ തൊട്ടു മുമ്പ് നടന്ന വിശദമായ ചർച്ചയുടെ ഭാഗമായിട്ട് എല്ലാവരും ചർച്ച ചെയ്തു. അവസാനം പ്രതിപക്ഷ നേതാവ് ചർച്ചയുടെ അവസാനം സംസാരിച്ചു, മുഖ്യമന്ത്രി സംസാരിച്ചു. അതേ കാര്യം വീണ്ടും ശ്രീ എൽദോസ് ഇവിടെ ആവർത്തിക്കുകയാണ്. ഞാൻ ആവർത്തനത്തിലൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ നമ്മൾ തന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ എന്താ വിശ്വസിക്കുന്നത്? കേരളത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞൊരു കാര്യത്തിന് മാത്രം ഞാൻ പറയാം. അദ്ദേഹം ഒരു ഗ്രാമീണ യാത്ര നടത്തി. അവിടെ പോയപ്പോൾ കാട്ടിൽ നിന്നൊരു കുട്ടിയെ എടുത്തുകൊണ്ട് വന്നു. അതൊക്കെ നല്ല കാര്യമാണ്, നല്ല കാര്യം അത് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം അറിഞ്ഞതിനകത്തൊരു വളരെ ക്രിമിനലായ ഒരു നെഗ്ലിജൻസ് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇലക്ട്രിക് വർക്കറുടെ വീട്ടിൽ പോയി, പ്ലംബറുടെ എന്ന് പറഞ്ഞു. പ്ലംബറല്ലേ? പ്ലംബറാണോ ഇലക്ട്രിക് വർക്കർ? AC മെക്കാനിക്ക്. അവിടെ ചെന്നപ്പോൾ ഇവിടെ ആളുകളൊക്കെ തൊഴിലിന് കിട്ടുന്നുണ്ടോ? ചെറുപ്പക്കാരൊക്കെ ഉണ്ടോ? തൊഴിൽ എല്ലാവർക്കും ഉണ്ടോ?
തൊഴിലിന് ആളെ കിട്ടുന്നില്ല, ഒരാളും ഇല്ല, ജോലിക്ക് ആളില്ല. കാരണം തൊഴിലിഷ്ടം പോലെ ഉണ്ട്, തൊഴിലിന് ആളില്ല. അപ്പോൾ എന്താ, അവരൊക്കെ MDMA കടത്താൻ പോവുക. ഇതറിഞ്ഞ സ്ഥിതിക്ക് രഹസ്യമായിട്ട് ആ മുഖ്യമന്ത്രി പറഞ്ഞ നമ്പറിലൊന്ന് വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞത്, നിങ്ങളെപ്പോലെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഇതുപോലൊരു ഫ്ലോറിൽ സംസാരിക്കുമ്പോൾ MDMA കടത്താൻ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ പോവുക. കമ്പോളത്തിൽ പോയി എന്നാൽ 3,000, 4,000, 5,000 രൂപ കിട്ടും. അവന്മാരത് കടത്താൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവമാനിച്ചതിൻ്റെ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവും ആളുകൾ. പക്ഷേ നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികൾ ഈ കാര്യം രഹസ്യമായിട്ട് ഒന്ന് വിളിച്ചു പറയണം. ഈ അറിഞ്ഞ കാര്യം അറിഞ്ഞിട്ട് പറയാതെ ഇരിക്കാൻ പാടില്ല. സാർ, ഞാൻ ഈ വളരെ യാഥാർത്ഥ്യമായി പറഞ്ഞൊരു കാര്യമാണ്. അതായത് പല ചെറുപ്പക്കാരും MDMAയ്ക്കും ഇതുപോലുള്ള ബിസിനസ് കേന്ദ്രങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അങ്ങനെ സീരിയസ് ആയി കാണും. ഞാൻ നിസ്സംഗമായി പറഞ്ഞ കാര്യമില്ല. ഞാൻ പെരുമ്പാവൂർ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഞാനൊരു കഞ്ചാവ് വിൽക്കുന്ന ഒരാളെ പിടിച്ചു സാർ. ഒരു ദിവസം പിടിച്ചിട്ട് ഞാൻ നേരെ എക്സൈസിനെ ഏൽപ്പിച്ചു. അവർ വന്ന് പൊക്കിക്കോടി. ഞാൻ നോക്കി ഇങ്ങനെ കഞ്ചാവ് റോളിൽ വിറ്റുകൊണ്ടിരിക്കുക. അയാളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയ ശേഷം 10 മിനിറ്റ് എടുത്തില്ല, അയാൾ തിരിച്ചിറങ്ങി വന്നു. വീണ്ടും വിൽപ്പനയാണ്. ഇതാണ് അവസ്ഥ സാർ. ഞാനിതിനകത്തൊരു ചുമ്മാതൊരു മറുപടി പറഞ്ഞ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ കാണുന്നെങ്കിൽ, അറിയുന്നെങ്കിൽ ആ വിവരം കൊടുക്കണം. പ്രത്യേകിച്ച് അവിടെ പെരുമ്പാവൂരിന് ചുറ്റുപാടും നമ്മുടെ സംസ്ഥാനത്ത് നിന്നല്ല അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ധാരാളം വരുന്ന സ്ഥലമാണ്. ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ അവിടെ ഒരാൾ പിന്നെ MLA ആയി അല്ലെങ്കിൽ ഒരു മന്ത്രിയായി അവരുടെ പ്രശ്നമല്ല. അത്തരം കാര്യങ്ങൾ കർശനമായ നിലപാടെടുത്തേ പറ്റൂ എന്നുള്ളതിനകത്ത് ഇവിടെ കൺസെൻസസ് ഉണ്ട്. കർശനമായ നിലപാടെടുക്കണം. ഇപ്പോൾ ഈ കേട്ട കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് മന്ത്രി ഉൾപ്പെടെ എന്തായാലും ഇവിടെ കേട്ടൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിലും അവർ വിടം കൊടുക്കുമല്ലോ. പക്ഷേ ഇത്തരം ഒരു കാര്യം പറയുമ്പം നിങ്ങൾ സരസമായി പറഞ്ഞതാണ് എങ്കിൽ പോലും ഇങ്ങനെ പോയേക്കാണെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിന് തുടർച്ച വരുന്നില്ല എന്നുള്ളതാണ്. പെരുമ്പാവൂർ അംഗം ഒരു വെളിപ്പെടുത്തലാണല്ലോ സഭയിൽ നടത്തിയിട്ടുള്ളത്. ഇത് എക്സൈസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാനും തുടർ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം കൊടുക്കാം. മിനിസ്റ്റർ അല്ല, അത് ഇനിയൊരു ബില്ല് കൂടിയുണ്ട്. ഞാനിതിൽ ഇനിയൊരു ബില്ലും കൂടിയുണ്ട്. ഞാൻ കൃത്യമായ ഗ്രാമയാത്ര ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു AC മെക്കാനിക് ചെയ്യുന്ന ആൾ, അയാൾ പറഞ്ഞ സംഭവമാണ്. അത് എന്നെ സ്ട്രൈക്ക് ചെയ്തു. നിയമസഭ ഞാൻ അവതരിപ്പിക്കുകയാണ് സാർ. ഒത്തിരി ഇവിടെ MDMA അടക്കമുള്ള കഞ്ചാവ് അടക്കമുള്ള മാരക രാസ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള മയക്കുമരുന്ന് വിൽപ്പന എല്ലായിടത്തും നടക്കുന്നുണ്ട് സാർ. അത് അങ്ങ് വളരെ സീരിയസ് ആയിട്ട് ഈ പറയുന്ന AC മെക്കാനിക്ക് പറഞ്ഞതിന് മൊഴി ഞാൻ വേണ്ടി തരാൻ വേണമെങ്കിൽ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങ് ഇത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാനൊരു കഞ്ചാവ് ഇത് ആരെയും നമ്മൾ പറഞ്ഞ ഇത്തരം ഒരു കാര്യം എവിടെ അറിഞ്ഞാലും നമ്മളത് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. അത് എക്സൈസ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞോട്ടെ, നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ആളുകളെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പിടിക്കണം, അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കണമെന്നേ കൊടുക്കണം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ ഒരു വിഷയം പറഞ്ഞതേ ഉള്ളൂ. അങ്ങ് പറഞ്ഞത് കേരളത്തിൽ എല്ലാവരും ചെറുപ്പക്കാർ ജോലിക്ക് പോകുന്നില്ല, ഇതുപോലെ കടത്താൻ പോകുന്നു, ഇവിടെ ഒരു ആക്ഷേപഹാസ്യത്തിൽ പറഞ്ഞാണല്ലോ അതിന് മറുവശം ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ കാര്യങ്ങൾ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഇത് ഈ സാർ, ഈ ബില്ല് സംബന്ധിച്ച് പൊതുവിലെ കൺസെൻസസിലാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇത് അംഗീകരിക്കണം, ഇത് പാസ്സാക്കണം എന്നുള്ള അഭ്യർത്ഥന നിർത്തുകയാണ്. 2025 കേരള ധനവിനിയോഗ ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഓക്കെ, അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനയ്ക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. രണ്ടും മൂന്നും വകുപ്പുകൾ ഭേദഗതിയില്ല. 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ 2025 കേരള ധനവിനിയോഗ ബില്ല് പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അവതരിപ്പിക്കേണ്ടതാണ്. സാർ,
2025 കേരള ധനവിനിയോഗ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2025 കേരള ധനവിനിയോഗ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.